സാറേ ശരിക്കും ഞാൻ നവരത്നങ്ങൾ കൂടുതലും ഈ നമ്മുടെ മോതിരങ്ങളിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ മോതിരം സ്വർണ്ണമാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത് ചെറിയ ഫോമിൽ എനിക്കൊരു മൂക്കുത്തി ആയിട്ടോ അല്ലെ ഒരു കമ്മലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു മൂക്കുത്തി എനിക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ചെറിയ സെന്റിന്റെ ചെറിയ പിഞ്ച് സെറ്റിംഗ് അത് വളരെ മൈന്യൂട്ട് കല്ല് മാത്രമേ നമ്മൾ മൂക്കുത്തിയിലെ കല്ല് മാത്രമേ കാണത്തുള്ളൂ, അല്ലാതെ സെറ്റിംഗ് ഒന്നും കാണത്തില്ല. അങ്ങനത്തെ വളരെ വിദഗ്ധമായിട്ട് ചെയ്യുന്നത് വളരെ മൈന്യൂട്ട് സ്റ്റോൺസ്, മൈന്യൂട്ട് സെറ്റിങ്. അതാണ് ഈ നോസ്പിനിൽസിനുള്ള ഒരു പ്രത്യേകത. അത് നമുക്ക് ലോക്കറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇവിടെ എല്ലാ വിവിധ തരത്തിലുള്ള രത്നങ്ങൾ ഇതിനകത്തുള്ളത്. വിവിധ തരത്തിലുള്ള പ്രീഷ്യസ് സ്റ്റോൺസ് ഉണ്ട്, സെമി പ്രീഷ്യസ് ഉണ്ട്, ഇതുണ്ട് ക്രോസിനകത്ത് വെച്ചിരിക്കുന്ന കല്ലുണ്ട് പ്രീഷ്യസ് സ്റ്റോണ്. അതുപോലെ തന്നെ നവരത്ന ലോക്കറ്റുകൾ ഉണ്ടല്ലേ, നവരത്നത്തിൻ്റെ ലോക്കറ്റ് ഏത് ഫോമിൽ വേണേലും നമുക്ക് ഉപയോഗിക്കാം. പണ്ട് കാലം മുതലേ നമ്മൾ നെക്ലസ് ആയിട്ടും ബ്രേസ്ലെറ്റ് ആയിട്ടും കുട്ടികൾക്ക് അരഞ്ഞാണമായിട്ടും എങ്ങനെ വേണം നമ്മുടെ ബോഡിയിൽ ഇത് കിടന്നാൽ മതി. എല്ലാത്തിലും സെയിം എഫക്റ്റ് ആണ്, എല്ലാം സെയിമാണ്. നമ്മളിത് വെയിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് വെയിൽ കൊണ്ടിട്ടല്ല കല്ലുകളൊന്നും വർക്ക് ചെയ്യുന്നത്, കോസ്മിക് എനർജി കൊണ്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെൻഡൻ്റൊക്കെ ഇട്ട് നമുക്കകത്ത് ഇട്ട് കിടന്നാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ക്രോസിനകത്ത് കല്ല് പിടിപ്പിച്ച് നമ്മൾ ധാരാളം കൊടുക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഷർട്ടിനടിയിലോ ഉടുപ്പിനടിയിലോ ആണ് കിടക്കുന്നത്. അതിനൊക്കെ എഫക്റ്റ് ഉണ്ട്. അതാണ്.